അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? സുഖം എന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാ, നമുക്കും സുഖം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ കണ്ടു ഞാൻ, ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച്. പല സാധനങ്ങളും കൊണ്ടിട്ടുണ്ട് കേട്ടോ. പല സാധനങ്ങളും പല വീട്ടമ്മമാരും പല പെൺകുട്ടികളും ഓർഡർ ചെയ്ത് വാങ്ങുന്നുമുണ്ട്. അങ്ങനെ ഒരു അനുഭവം എനിക്കുമുണ്ട്. അപ്പോൾ ആ അനുഭവം ഒന്ന് പങ്കുവെക്കാം. കാരണം ഓൺലൈനിൽ നല്ലതുമുണ്ട് അല്ലാത്തതുമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ അത് പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, ഇവിടെ അടുത്ത് ഒരു പീടികയിൽ പോയി നമ്മളൊരു സാധനം വാങ്ങുകയാണെങ്കിൽ നമുക്കത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടുന്ന് നമുക്ക് പറ്റുന്ന ഒന്ന് മാറ്റിയെടുത്തിട്ട് വരാം. പക്ഷേ ഓൺലൈനിലാവുമ്പോൾ അത് പറ്റാത്തതുമുണ്ട് പറ്റുന്നതുമുണ്ട്, തിരിച്ചെടുക്കുന്നതുമുണ്ട് തിരിച്ചെടുക്കാത്തതുമുണ്ട്. അപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ നിങ്ങളോടെല്ലാവരോടും പറഞ്ഞു തന്ന ഈ വീഡിയോസ് കൂടെയൊക്കെ എനിക്ക് ഡിസ്കിന് പ്രശ്നമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഡിസ്കിൻ്റെ പ്രശ്നത്തിന് ഞാൻ ബെൽറ്റ് എടുത്തിരുന്നു. അപ്പോൾ അവിടെ ആയുർവേദ ആശുപത്രിയിൽ അഡ്മിറ്റായെന്ന് അവർ തുണിയുടെ ഇതാണ് കെട്ടിയിരുന്നത്. എനിക്ക് ഒരു 500 റുപ്യ വന്ന് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു മറ്റേ വളരെ നേർത്ത തുണിയുടെ ഇത് ബെൽറ്റ് അവർ നല്ല മുറുക്കി ചുറ്റി വെക്കും, അതിൽക്കൂടെ എണ്ണ തേക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് പോന്നപ്പോൾ അവർ പറഞ്ഞു ഒരു ബെൽറ്റ് വാങ്ങിക്കോളാൻ പറഞ്ഞു. അതിന് ഇവിടെ വന്ന് ബെൽറ്റ് ചോദിച്ചപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ കൂടെ ചോദിച്ചപ്പോൾ 750, 900 പല വിലയുണ്ട്. 600 കുറഞ്ഞത് പിന്നെ തീരെ ഇതില്ലാത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ എന്നോട് പറഞ്ഞു, ഞങ്ങൾ പല സാധനങ്ങളും ഓൺലൈനിൽ നിന്ന് വരുത്തുന്നുണ്ട്, നല്ല സാധനമാണിത്, എന്നാൽ ഒരു കാര്യം ചെയ്യാം, കതിയ്യ് ഓൺലൈനിൽ പൈസ തന്നാൽ മതി, ഞങ്ങൾ വരുത്തി തരാനൊക്കെ പറഞ്ഞു. അതിൽ ഇവർ ഇതിൻ്റെ ഓരോരോ ബെൽറ്റിൻ്റെ അളവും സാധനങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്നു. എനിക്കത് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനെന്ത് എഴുതി, അതിൽ വില എത്ര എഴുതിക്കണം നിങ്ങൾ, 299 രൂപ വില എഴുതിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ 299ൻ്റെ കുഴപ്പമില്ലല്ലോ, നല്ല സാധനമാണല്ലോ അത്, എന്നാൽ പിന്നെ അതാവട്ടെ എന്ന് പറഞ്ഞ് അതിന് ഓർഡർ ചെയ്ത് ഒരാഴ്ചൻ്റെ ഉള്ളിൽ സാധനം വന്നു. സാധനം വന്നപ്പോൾ ഇവർ പറഞ്ഞു ഇത് കൊണ്ടുവന്ന് തന്ന ആൾക്ക് ഒരു 50 റുപ്യ കൊടുക്കണം എന്ന് പറഞ്ഞു. ആ ശരി, അങ്ങനെ കൊണ്ടുവന്ന് തന്ന ആൾക്ക് 50 റുപ്യ കൊടുത്തു. ഈ കുട്ടി കൊണ്ടുവന്ന കുട്ടി ഒരു 10-25 വയസ്സുള്ള കുട്ടിയാണ്. ഈ കുട്ടി പറഞ്ഞു കമ്പനിയുടെ ഇത് സാധനം വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് സർവീസ് ചാർജ് ആയിട്ട് ഒരു 70 റുപ്യ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ 70 കൊടുത്തു. അപ്പോൾ സാധനത്തിൻ്റെ വില എത്രയായി? 300, 120, 420 റുപ്യയായി. ഈ സാധനം ഞാൻ വാങ്ങിക്കൊടുന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കൊടുന്ന് കുടിയിലെത്തി ഇത് നൂർത്തി നോക്കുമ്പോൾ 42 ഇഞ്ച് പറഞ്ഞ സാധനം 48 ഇഞ്ച് ഉണ്ട്. ഇത് ചുറ്റാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ ഈ കുട്ടികളോട് ചോദിച്ചു, ഇതിങ്ങനെ തന്നെ നമുക്ക് ഇപ്പം തന്നെ അങ്ങോട്ട് മടക്കി കൊടുക്കാം, ഇപ്പോൾ ഇവിടെ അടുത്ത എവിടെയെങ്കിലും എത്തിയാൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു. തിരിച്ചെടുക്കൂലോ വലിയ കാരണം. അങ്ങനെ കുടുങ്ങിയോ? ഇത് ചുറ്റാൻ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞതിനേക്കാളും 2-2.5 ഇഞ്ച് വീതി കൂടുതലുമാണ്. കാരണം ചുറ്റിയിട്ട് നമുക്കൊന്ന് ഇരിക്കാനോ ഇതിനൊന്നും പറ്റില്ല, ഭയങ്കര വീതി. അങ്ങനെ പറയുക, ആ സാധനം ഇവിടെ ഇന്നും ഇരിക്കണുണ്ട്. ആ ബെൽറ്റ് ഉപയോഗിക്കാൻ പറ്റിയില്ല എനിക്ക്. പക്ഷേ ഈ കുട്ടികളൊക്കെ ഓൺലൈനിലാണ്. കുട്ടികൾ മാത്രമല്ല, വലിയവരൊന്നും അതാണ് ചെയ്യണത്. ഓൺലൈനിൽ കൂടെ ഒരു ഡ്രസ്സുകൾ അവർ നല്ല കളർഫുൾ ഡ്രസ്സുകൾ കാണിക്കും. അത് നമ്മൾ ഓർഡർ ചെയ്യും. ഓർഡർ ചെയ്ത് കഴിക്കുമ്പോൾ പറയും ആ ഫീസ് തീർന്നു, ഇനി മറ്റതുള്ളൂ എന്ന് പറയും. കാരണം അങ്ങനെ ഒരു ഫർദ അവിടെ ഒരാൾ ഓൺലൈനിൽ കൂടെ വരുത്തി. ഫർദ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നി, വാങ്ങാമെന്ന് വെച്ചിട്ട് ഞാനും അതേ മോഡൽ ഫർദ അതേ വലിപ്പത്തിൽ 2 ഇഞ്ച് ഇറക്കം മാത്രം കൂട്ടിയിട്ടുള്ളത് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, അത് തീർന്നു, ആ മോഡൽ അതേ ഉള്ളൂ പറഞ്ഞു. അങ്ങനെ എന്തിനു പറയുന്നത്, എല്ലാ കുട്ടികളും വലിയവരും ഒക്കെ ഓൺലൈനിൻ്റെ കച്ചവടത്തിൽ കൂടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. വീട്ടിലേക്ക് സാധനം വരും, നമ്മൾ ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഈ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് 299 രൂപ വില കാണിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒരു 50 റുപ്യ കൊടുക്കണം. സർവീസ് ചാർജ് ഒരു 70-75, ചിലർ 100 കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു ഡ്രസ്സ് എടുക്കുന്ന വില ആകണുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മാത്രമല്ല, നമ്മളെ നാട്ടിലുള്ള പാവപ്പെട്ടവർ കുറേ കടയിട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ നാട്ടിലുള്ളവർ വാങ്ങും. ഇവർ നമ്മളെ കടയിലേക്ക് വരും. നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകൾ കൊടുന്ന് വെച്ചാൽ അവർ വന്ന് വാങ്ങും എന്ന് വിശ്വസിച്ചിട്ടാണ് നമ്മളെ നാട്ടുകാർ കടയിട്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ അവിടെയൊന്നും പോകാതെ നമ്മൾ ഓൺലൈനിൽ വരുത്തും.
അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളെ ആൾക്കാർ, നമ്മളെ അടുത്തുള്ളവർ, നമ്മളെ അറിയണവരൊക്കെ കടയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങുക. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ പട്ടിണി ഉണ്ടെങ്കിൽ 1 കിലോ അരി നമ്മൾ ഇവിടെ കൊടുക്കുന്നതിന് പകരം അത് വല്ല തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടു കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം നമ്മൾ അയൽവക്കത്ത് കിടക്കണത് കൊടുക്കാതെ നമ്മൾ അന്യനാട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അന്യനാട്ടിൽ കൊടുക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതിൽ. അപ്പോൾ അത് സൂക്ഷിക്കുക. കാരണം നമ്മളൊരു കടയിൽ പോയി 600 രൂപ പറഞ്ഞു കൊടുത്താണ് ഞാൻ ഇപ്പോൾ 420 രൂപ കൊടുത്തിട്ട് ഞാൻ സാധനം വാങ്ങി. എനിക്കത് ഉപയോഗിക്കാനും പറ്റിയില്ല. നേരെ മറിച്ച് 600 രൂപ പറഞ്ഞ സാധനം ഞാൻ ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ, വാങ്ങുമായിരുന്നെങ്കിൽ എനിക്കതൊരു 3 കിലോമീറ്ററേ ഉള്ളൂ പോയി അത് മാറ്റിക്കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് 600 രൂപയുടെ വാങ്ങിയത് പറ്റിയതാണെങ്കിൽ എനിക്കത് കാലാകാലം അത് കേടുവരുന്നവരെ എനിക്ക് ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ എൻ്റെ 420 പോയി എന്നല്ലാതെ എനിക്കതുകൊണ്ട് യാതൊരു പ്രതിഫലം ഉണ്ടായില്ല. അതാണ് ചുരുക്കം ഞാൻ പറഞ്ഞു വരുന്നത് ഓൺലൈനിൽ ബിസിനസ്സായിട്ട്. പിന്നെ കുറേ ആൾക്കാർ നമ്മളെ ഇവിടെ കൂടെ ഒക്കെ എടുക്കുന്നുണ്ട് ഓൺലൈനിൽ. ചതി പറ്റുന്നവരുണ്ട്, എന്നോട് പറഞ്ഞവരുണ്ട്. പക്ഷെ പിന്നെ അവർ മുണ്ടൂല. കാരണം എന്താണെന്നറിയോ? ചതി പറ്റിപ്പോയില്ലേ, പിന്നെ അവർ മുണ്ടുമോ? പിന്നെ അവർ മുണ്ടൂല. കാരണം എന്താ വെച്ചെങ്കിൽ ഇതിപ്പോൾ പണ്ട് നമ്മളെ ഒരു താത്ത വന്ന് പാണ്ടിക്കാടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, തങ്ങളെടുത്ത് പോകണം എന്ന മാതിരിയാണ്. കാരണം നമ്മളെ പോലെ ആരും വരിയും ഇതെടുത്തോളിയും എന്ന് പറയില്ല. ഓളെ പോലെ പരസ്യങ്ങൾ കാണണു, നമ്മളതിൽ ആകർഷകരാകണോ, നമ്മളതിന്ന് ഓർഡർ ചെയ്തണോ, സാധനം വരുത്തണോ. അത് കഴിഞ്ഞ് അവർ കൊണ്ടുപോയി ചിലവർ കൊണ്ടുപോയി തിരിച്ച് വേറെ സാധനം കൊടുക്കണവരുണ്ട്, ചിലവർ തിരിച്ചെടുക്കാത്തവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുന്ന നമ്മളെ അടുത്ത് കൂടെ ഉള്ള പാവങ്ങൾ കടയിട്ടിരുന്നെങ്കിൽ അവിടെ പോയി വാങ്ങുക. ഓലെ മക്കൾക്ക് 1 കിലോ അരി വാങ്ങുക. നമുക്ക് ഡ്രസ്സ് പറ്റിയില്ലെങ്കിൽ തിരിച്ച് കൊണ്ടുപോയി വേറെ എടുത്തിട്ട് വരാം. അതൊക്കെ ഉണ്ട് മക്കളെ, അങ്ങനെ ചെയ്തുകൂടെ? എനിക്ക് പറ്റിയൊരു ചതിയാണ് കേട്ടോ ഞാൻ പറയണത്. പക്ഷേ ഇനി ഞാനൊരു ഓൺലൈൻ ബുക്കിംഗ് ഉണ്ടാവില്ല. എൻ്റെ മരണം വരെ അത് ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞു. കാരണം എവിടെയൊക്കെ ഏത് കടയിലുള്ള വെച്ചെങ്കിൽ അവിടെ പോയി വാങ്ങുക എന്നുള്ളൊരിതായി. ഞാൻ മറ്റുള്ളവർ വാങ്ങുന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അതിൽ ചിലത് നല്ലതും ഉണ്ട്, ചിലത് കെട്ടതും ഉണ്ട്. അതും ഞാൻ കണ്ടതാണ്. കാരണം ചിലതിൽ നമ്മൾ വിചാരിക്കുന്ന മാതിരി ചെറിയ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഞങ്ങൾ അടുത്തുള്ളവർ വാങ്ങുന്നുണ്ട്. ഇവിടെയൊക്കെ 10-700 രൂപ വിലയുള്ളത് 300-നും അതിൻ്റെ താഴെ വിലക്കൊരു വാങ്ങിയതുണ്ട്. അതും ഞാൻ കണ്ടതാണ്. രണ്ടും വേണമല്ലേ നമ്മൾ പറയാം. എല്ലാതും കുറ്റം മാത്രം പറഞ്ഞിട്ട് കാര്യമുള്ള ഉള്ളതല്ലേ പറയാൻ പറ്റൂ. അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. അപ്പോൾ സൂക്ഷിക്കുക. കഴിയുന്നത് നമ്മളടുത്തുള്ള കടകളിൽ നിന്നെല്ലാം വാങ്ങുക. അവരും ജീവിക്കാൻ വേണ്ടി വന്നിരിക്കണമല്ലേ. അപ്പോൾ അത് വയ്ക്കുക. അതുകൊണ്ടാണ് ഞാൻ 1 കിലോ അരിയുടെ കാര്യം പറഞ്ഞു കേട്ടോ. കാരണം നമ്മളടുത്തുള്ളൊരു കട വിട്ടിട്ട് നമ്മൾ ദൂരം നിന്നൊക്കെ വാങ്ങുമ്പോൾ അവർക്ക് പലരും ആ നാട്ടുകാർ വാങ്ങണുണ്ടാവും. പക്ഷെ അവരെ കച്ചവട ബിസിനസ്സാണ്, നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ നാട്ടുകാരെ ഉള്ള കടക്കാർ നമ്മളൊന്ന് പരിഗണിക്കുക. എന്തിനും പലർക്ക് സാധനങ്ങൾ വരെ വീട്ടിലേക്ക് വേണ്ട എന്താവശ്യ സാധനം ഉണ്ടോ എല്ലാം ഓൺലൈൻ വഴി നമ്മളെ വീട്ടിലെത്തുന്ന കാലഘട്ടം. അപ്പോൾ ഏതായാലും ഞാൻ ഇത്രയേ ഉള്ളൂ. ഞാൻ നിർത്തുകയാണ്. ഓൺലൈനിൽ നിന്ന് വാങ്ങണ അമ്മമാരും സഹോദരിമാരും എൻ്റെ മക്കളും എല്ലാം സൂക്ഷിക്കുക. പറ്റുന്നുണ്ടെങ്കിൽ നമ്മളടുത്തുള്ള കടകളിൽ നിന്ന് തന്നെ, ഷോപ്പുകളിൽ നിന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും വല്ല മോശവും തോന്നിയിട്ടുണ്ടെങ്കിൽ, തെറ്റായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ആയുസ്സോടെ ഉണ്ടെങ്കിൽ